ആദ്യം ഒരു 42 പേരുടെ ധ്യാനമാണ്. ആ ധ്യാനത്തിൽ എന്നെ അച്ഛൻ വിളിച്ചു. അവിടെ തുടങ്ങി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, വലിയ ധ്യാന കേന്ദ്രം ഒക്കെ ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളിൽ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. സൈക്കിളിൻ്റെ മുന്നിലെ പാവ അച്ഛനിരിക്കും, ഞാൻ ചവിട്ടും. എടവപ്പള്ളി ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഒരിക്കൽ വന്ന കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണു. അച്ഛൻ്റെ താടിയൊക്കെ പൊട്ടി. എന്നിട്ടും ആ സൈക്കിളിൽ അച്ഛൻ കയറി. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് സങ്കടമുള്ളൊരു കാര്യം, ഇതൊരു ഓട്ട് കമ്പനിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അച്ഛൻ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. ജെയിംസ് കുട്ടി ബ്രദർ, ആദ്യം ഞങ്ങൾ തമ്മിലൊരു വളരെ ഇൻഫോർമൽ കാഷ്വൽ കോൺവെർസേഷനിൽ ഈ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പനക്കിളച്ചനോട് സ്വകാര്യമായിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഇത് സത്യമാണോ എന്ന്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരച്ഛൻ ഒരു അൽമായൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ ആ ഇതേലിരുന്ന് പോവാന്ന് പറയണത്. അതുകൊണ്ടാണ് ജെയിംസ് കുട്ടി ബ്രദർ പറയുമ്പോൾ പോലും കരയണേ.